മൂന്ന് പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ആണോ? യെസ്. അല്ലെങ്കിൽ നേരത്തെ ലെറ്ററൊക്കെ എഴുതുന്ന പോലെ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? എഴുതുന്ന പോലെ കരുതുന്നു. കരുതേണ്ട ആവശ്യമില്ലല്ലോ. എന്തോ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലേ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക. എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറയാം, നീ നാട് വിട്ട് പോയ പോലെ ഇല്ലല്ലോ എന്ന്. ഈ നാട്ടിൽ നിന്ന് പോയ പോലെ ഡെയിലി സംസാരിക്കുന്നതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ടെന്ന്. ടെക്നോളജി. യെസ്. നല്ല, അതൊരു ശരിക്കും വരമാണ്. എല്ലാവർക്കും കണ്ട് സംസാരിക്കാൻ പറ്റുന്നതും സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും വലിയൊരു ഹൈക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ഈ സമയത്ത്, കോവിഡ് സമയത്ത് ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഒരുപാട് ജ്ഞാനം ശ്രവിക്കാൻ പറ്റിയല്ലേ നമുക്ക്? ആണല്ലോ. എവിടെയോ ഉള്ള ടീച്ചർമാരുടെയും സാറുമാരുടെയും ഒക്കെ പരിപാടി വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ കാണാനും കേൾക്കാനൊക്കെ പറ്റി. അഷ്ടാവക്ര ഗീതകളുടെ എന്താ പറയുക, ഒരു നിരനിരയായിട്ട് എല്ലാവരും അഷ്ടാവക്ര എത്രയായിരുന്നു അല്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. ഇന്നത്തെ വരികളിലും ഗുരുവിനോടുള്ള നിർഭരമായ ഭക്തി എന്ന കാര്യത്തിനെ കുറിച്ച് പറയണം. നമുക്ക് ഈ സംസാര ലോകത്തുനിന്ന് രക്ഷപ്പെടാൻ ഗുരുവിനോടുള്ള നിർഭരമായ ഭക്തി എന്ന് പറയും. അപ്പം ആരാണ് ഈ ഗുരു എന്നുകൂടെ നമുക്കിതിനു മുമ്പ് ഒരു നല്ല ധാരണ വേണം. ആരാണ് ഗുരു എന്നുള്ളത് കേട്ടോ. ഓക്കെ, ആരാണ് ഗുരു? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാൻ പോയാൽ ഇപ്പം തൊഴിൽ പഠിപ്പിക്കുന്ന ആൾ ഗുരുനാഥനാണെന്ന് പറയും. ഗുരുനാഥൻ അല്ലേ, ഗുരുനാഥനാണെന്ന് പറയും. ഈ ലോകത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ആൾ, അല്ലെങ്കിൽ വരുമാന മാർഗത്തിന്, അല്ലെങ്കിൽ ഇവിടെ സംസാര ലോകത്തിൽ കാര്യങ്ങളൊക്കെ നടത്താൻ പഠിപ്പിക്കുന്നത് ഗുരു തന്നെയാണെന്ന് ചോദിച്ചാൽ ഗുരുവാണ്. പക്ഷെ സദ്ഗുരു അല്ല. അദ്ദേഹം ഇവിടെ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ. അധ്യാപകൻ, അതേപോലെ എന്താണ്, കുറേ അങ്ങനെ കാറ്റഗറി ഉണ്ട്. ഇതിൽ കുറേ സബ് കാറ്റഗറി ഉണ്ട്. എനിക്കിത് അറിയില്ല. അധ്യാപകനും അതിൻ്റെ ഓരോരോ തലങ്ങൾ. അങ്ങനെ സദ്ഗുരു എന്ന് വരുമ്പോഴാണ് ആത്മീയ ഗുരു, ആത്മീയ തലത്തിൽ ഉന്നതി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, അല്ലെങ്കിൽ ജീവിതം പൂർണ്ണമാവാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തി. ആചാര്യ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോ കാറ്റഗറിയാണ്. ഇവരെല്ലാവരും ചെയ്യുന്നത് ഒരു പണിയാണെങ്കിലും ആരാണോ ആത്മീയമായ ഉന്നതിക്ക്, ജീവിതം പൂർണ്ണമാക്കുന്ന വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്നും പങ്കില്ല എന്നുള്ളതല്ല. അതും ഇതും കൂടുതൽ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ് അത് നമ്മളിൽ മനസ്സിലാക്കി മാറ്റമുണ്ടാക്കി നമ്മുടെ ജീവിതം പൂർണ്ണമാക്കാൻ സഹായിക്കുന്ന വ്യക്തി സദ്ഗുരു. അങ്ങനെയുള്ള ഗുരുക്കന്മാരെ എന്ത് പറയുന്നു? അവരെ കാണാൻ വലിയ എന്താ അല്ലേ, ഗുരുക്കന്മാർ വലിയ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലേ?
ശങ്കരാചാര്യരൊക്കെ വളരെ നല്ല ഹെയറൊക്കെ നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് നടന്ന ആളാണോ? അല്ല, മൊട്ടയടിച്ച് നടന്ന അല്ലേ? അല്ലേ? നാരായണ ഗുരുദേവനെയൊക്കെ കാണാൻ വളരെ ലുക്കായിരുന്നോ? സാധാരണ ഒരു മനുഷ്യനെ പോലല്ലേ? ചൈതന്യമുണ്ട്, പക്ഷെ എങ്കിലും ഈ വേഷക്കോപ്പൊന്നുമില്ല. അപ്പോ അവർക്ക് മനസ്സിലായി. അങ്ങനെ സത്യം മനസ്സിലാക്കി പൂർണ്ണനായ ഒരാൾക്ക് മാത്രമേ മറ്റൊരാളെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണനായ ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അദ്ദേഹം ഈ വഴികളിലൂടെ കടന്നു വന്ന ആൾക്ക് മാത്രമേ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഗുരു നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ അതുപോലെ അങ്ങോട്ട് ശ്രവിക്കണം, അതുപോലെ അങ്ങോട്ട് എടുക്കണം. നമ്മുടെ പ്രസ്ഥാനമാണെങ്കിലും പല കാര്യങ്ങളിലാണെങ്കിലും എന്താണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, നോക്കിയിട്ടുണ്ടോ? നമ്മളൊരു ഒരു ഗുരുവിൻ്റെ അണ്ടറിലുണ്ടെങ്കിൽ അദ്ദേഹം 1000 കാര്യം പറഞ്ഞാൽ അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു 4 കാര്യം എടുക്കും. നമുക്ക് ഏതാണോ അനുയോജ്യം അത് മാത്രം എടുക്കും, എന്നിട്ട് പറയും ഇത് എൻ്റെ ഗുരുവാണെന്ന്. ചില ആൾക്കാർ അങ്ങനെയാണ്. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അയാളോട് എനിക്ക് യോജിപ്പ്. ഇദ്ദേഹം ഇതുപോലെ പറയേണ്ടത്, അതുകൊണ്ട് ഇയാളോട് യോജിപ്പ് എന്ന് പറഞ്ഞിട്ട് നിൽക്കും. അപ്പോൾ ഒരു ഗുരു എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശരീരത്തിൻ്റെ കാര്യം ചില ആൾക്കാർക്ക് അയ്യോ ഇതൊന്നും നമുക്ക് പറഞ്ഞ കാര്യമല്ല, ഭക്ഷണത്തിൽ നിയന്ത്രണം അതൊന്നും പറ്റില്ല, പക്ഷെ എനിക്ക് വല്ലാത്ത ഭക്തിയാണ് ഗുരുദേവാ, എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തരണേ, എനിക്ക് ശരീരത്തിന് രോഗം വന്നേ, കാര്യങ്ങളൊക്കെയാണേ, പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാത്ത ഭക്തിയാണ്, പക്ഷെ എന്താ പറയുക, എനിക്ക് എന്നിട്ട് എൻ്റെ ജീവിതത്തിലൊരു മാറ്റമില്ല. ഗുരുജി പറഞ്ഞ എല്ലാ കാര്യവും പ്രവർത്തിച്ചോ? എല്ലാ കാര്യവും പ്രവർത്തിച്ചോ? അതുപോലെ പറഞ്ഞത് അതേ പ്രകാരം പ്രവർത്തിച്ചോ, കാര്യങ്ങൾ നടക്കും. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തിട്ട് കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്ന് വിചാരിച്ചാൽ നടത്തി തരുമായിരിക്കും, എങ്കിലും നമ്മുടെ ജീവിതം പൂർണ്ണമാവില്ല. സദ്ഗുരുവിനെ ഉപയോഗിക്കാൻ നമുക്കറിയണം. ഇന്നത്തെ സദ്ഗുരു എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ബിൽഡിംഗ് കോൺട്രാക്ടർ അല്ലെങ്കിൽ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലെയാണ് കാണുന്നത്. എന്താ വെച്ചാൽ, എൻ്റെ ലോൺ ശരിയാകണേ ഗുരുദേവ, പ്രാർത്ഥന, ഗുരുദേവനോട് പോയിട്ട് പ്രാർത്ഥന. എൻ്റെ മകളുടെ കല്യാണം ശരി, അല്ലെങ്കിൽ മോൻ്റെ കല്യാണം ശരിയാക്കി കൊടുക്കണേ എന്ന് വെച്ചാൽ ബ്രോക്കർ അല്ലേ? ബ്രോക്കറല്ലേ കല്യാണം ശരിയാക്കി കൊടുക്കുക? ആണോ അല്ലയോ? ഞാൻ പറയണത് കേൾക്കണ്ട? ഞാൻ എൻ്റെ വോയിസ് മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ആണ് അല്ല, ആണ് അല്ല. കല്യാണ ബ്രോക്കർ. വീട് കെട്ടിത്തരണ എഞ്ചിനീയർ. ആളെ കാണുമ്പോൾ നമുക്കൊരു എഞ്ചിനീയർ ആയിട്ട് തോന്നുക, ബ്രോക്കറായിട്ട് തോന്നുക, ലോണ് ശരിയാക്കണം അല്ലെങ്കിൽ ബാങ്ക് മാനേജറായിട്ട് തോന്നുക. ഇതൊക്കെയാണ് നമുക്ക് ഗുരുവിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സാധാരണ ജനങ്ങൾ സാധാരണ പോയിട്ട് അവിടെ പോയി കാര്യം നടക്കണം, എൻ്റെ വിഷമം മാറണം, ദുഃഖം മാറണം, എൻ്റെ ദാരിദ്ര്യം ഇദ്ദേഹത്തിന് നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ അദ്ദേഹം സ്വിസ് ബാങ്കിലാണ്, എന്നാൽ ഒരു 50 കോടി ഇയാൾക്ക് അയച്ചു കൊടുക്കാം ഈ സ്ഥലത്തേക്ക്. ഒന്നുമില്ല. പിന്നീട് മാറും എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹങ്ങൾ കൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഭാവലയത്തിൽ നമ്മുടെ കാര്യങ്ങൾ ശരിയാകുകയാണെങ്കിലും ഉപയോഗിക്കേണ്ടത് അങ്ങനെയല്ല ഗുരുവിനെ എന്ന് പറയുന്നത്. എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുകൂടെ അറിയണം. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കണമെന്ന് കൂടെ നമുക്കറിയണം. എങ്ങനെയാണ് എന്ത് പ്രാർത്ഥിക്കണമെന്ന് കൂടെ നമുക്കറിയണം. അറിയാതിരുന്ന വലിയ പ്രശ്നമാണ്. പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും, പക്ഷെ എന്ത് പ്രാർത്ഥിക്കണു, എന്തിന് പ്രാർത്ഥിക്കണു എന്ന് നല്ല ധാരണ വേണമെന്ന് പറയും. അപ്പോൾ ഗുരുവിനോട് പോയിട്ട് ഒരു സദ്ഗുരുവിനോട് ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കേണ്ടത്? എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമുക്കൊന്നും ചോദിക്കാൻ അറിയില്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. പക്ഷെ പോയി ചോദിക്കുന്നത് ഇങ്ങനെ നമ്മൾ പറയണം, ഒരു നല്ല ജോലി എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് ഒരു ഒരു ജോലി കിട്ടണേ ഭഗവാനെ, എന്നൊരു ചെറിയ ജോലി കിട്ടണേ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കർമ്മവും നിയോഗവും കൊണ്ട് നമുക്ക് വലിയ ജോലിയായിരിക്കും കിട്ടാൻ നിയോഗം. ഈ ചെറിയ ജോലി മതിയോ? ചെറിയ ജോലി മതിയോ? മതിയോ? അപ്പോൾ കിട്ടാനുള്ളത് കിട്ടും അല്ലേ? ഞാൻ എൻ്റെ 100% ഞാൻ ചെയ്യാം, എൻ്റെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിത്തരണം. ഓക്കെ, അത് ശരി, നല്ല കാര്യം. ഇനി എൻ്റെ കാര്യങ്ങൾ
എന്നെ നേർവഴിക്ക് നീ നയിക്കണം. അല്ലേ? പണ്ടൊരു പാട്ടുണ്ടായിരുന്നു അല്ലേ? ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറ. അതുപോലെ വേറെ ഒരു ആ, ഈ കുമാറിന്റെ കാര്യമല്ല, വല്ലാതെ വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട്. ഒരു പാട്ട് കൂടെ നല്ല ആ, ഒരു പദ്യം കൂടെ ഉണ്ടല്ലോ. നല്ല ഒരു നല്ല രാവിലെ സ്കൂളുകളിലൊക്കെ പാടുന്നതൊക്കെ നിർത്തി ഇപ്പം ആൾക്കാർ. നല്ല എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമ നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്ക് എന്നെ നീ കൊണ്ടുപോയിടണം. അല്ല, ഇതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. നേർവഴിക്ക് എന്നെ നീ കൊണ്ടുപോയിടണം. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കില്ല, ദൈവമേ എനിക്ക് 100 മാർക്ക് തന്നിടണം, ദൈവമേ ഞാൻ ക്ലാസ്സിൽ ടോപ്പറായിടണം. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ കുട്ടികൾ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരെ? അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ ദൈവമേ ഈ സ്കൂള് ജില്ലയിൽ നമ്പർ 1 ആയിടണം എന്നിട്ട് പ്രാർത്ഥിച്ചോ? ഇല്ല. എല്ലാവരുടെയും അതാണ് ബുദ്ധിയുള്ള ആളുടെ പ്രാർത്ഥന, വിവരമുള്ള ആളുടെ പ്രാർത്ഥന. നേർവഴിക്ക് എന്നെ നീ കൊണ്ട്, എനിക്ക് വഴി അറിയില്ല സത്യത്തിൽ. ഈ ലോകം ചെയ്യണ മണ്ടത്തരത്തിൻ്റെ വഴിയിൽ കൂടെ പോയിട്ട് എന്നെ ആകെ കുഴപ്പത്തിലാക്കരുത്. എന്താണോ ശരി എനിക്ക് സംഭവിക്കാനുള്ളത് അത് എനിക്ക് സംഭവിക്കണം. ശരിയായ വഴിയിലൂടെ എന്നെ കൊണ്ടുപോകും. എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാവണം, ഭക്തി ഉണ്ടാകുമാർ. എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ അല്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ജയിക്കാനുള്ള കഴിവുണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അവിടെ തെറ്റാണ്. എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാവണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാവണം. ഈ നിന്നെ ഞാൻ എന്നുമേ കാണുമാർ എങ്ങനെയാ? ദൈവത്തിൻ്റെ ഡെയിലി അമ്പലത്തിൽ പോയി കാണുകയാണോ? അതായത് സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം എല്ലാത്തിലും ദർശിക്കാൻ എനിക്കൊരു കഴിവുണ്ടാവട്ടെ. സോ വളരെ മഹത്തായ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുപ്പം മുതൽ തന്നെ എല്ലാം കൃത്യമായി ശരിയായ രീതിയിൽ ഒരാളെ ട്യൂൺ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ശരിയായ ദർശനം കൊണ്ടുവന്ന് അങ്ങനെ ഗുരുവിൻ്റെ കീഴിൽ ഒരാൾ പൂർണ്ണനായി സറണ്ടർ ചെയ്ത് അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് നമുക്ക് ഈ ദുഃഖത്തിൻ്റെയും ഈ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാം എന്ന് പറയും ശങ്കരാചാര്യർ അവരുടെ ശിഷ്യന്മാരുടെ സംഭാഷണത്തിൽ. അതുപോരാതെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ കൺട്രോൾ, നിയന്ത്രണത്തിലൂടെ നിന്റെ ഉള്ളിലുള്ള ആത്മാവായ ആ ഈശ്വരനെ അറിയാൻ കൂടെ നമ്മൾ ശ്രമിക്കണം. അതിലൂടെ നമ്മൾ എന്താവുന്നു? ഈ ലോകത്ത് ജീവിക്കുമ്പോഴും നന്നായി ജീവിക്കണവും ഒപ്പം തന്നെ ഈ ജീവിതം പൂർണ്ണവും ആവുന്നു എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഗുരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. പലവർക്കും, എനിക്കറിയില്ല ആർട്ട് ഓഫ് ലിവിങ്ങിലുള്ളവർ എത്ര പേര്, ഇല്ലാത്തവർ. ആരാണോ നിങ്ങളുടെ ഗുരു, അദ്ദേഹം പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമായ കാര്യം മാത്രം എടുത്തിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പോഴും പറയാം അവിടെ എത്തില്ല. അദ്ദേഹം പറഞ്ഞ എല്ലാതും പ്രാവർത്തികമാക്കണം. മാംസം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്നാൽ പിന്നെ വേറെ ഗുരുവിനെ തേടാം എന്ന് പറയും അല്ലേ? എവിടെ പോയാലും ഇത് പറയും. അതിലൊരു അർത്ഥമുണ്ട്, വെറുതെ പറയില്ല. യോഗ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന കാര്യം, യോഗ പഠിക്കാൻ വരും കേട്ടോ, ചെയ്യുകയാണെങ്കിൽ 100%, അല്ലെങ്കിൽ പിന്നെ വലിയ സ്ട്രെച്ചസ് ചെയ്താൽ മതി എന്ന് പറയും. അതായത് യമനിയമങ്ങളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യമത്തിൽ ആദ്യം വരുന്നത് അഹിംസയാണ്. ഒരു ജീവിയെയും ഹിംസിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണിയും മട്ടൻ ഫ്രൈയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമോ? അപ്പോൾ എന്തായി? ഹിംസ നമ്മൾ അറിഞ്ഞോ അറിയാതെ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും, ഇത് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട, ഇതാണ് സത്യം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഗുരു പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ച് 100% സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രക്ഷയുണ്ട്. അല്ലെങ്കിൽ പല ആളുകളും കുറ്റം പറയുന്ന പോലെ നമ്മളെല്ലാം ചെയ്തു, എല്ലാ ഗീതാപാരായണവും ചെയ്തു, നാരായണീയം ഇവിടെ എനിക്ക് കുറച്ച് അറിയുന്ന ആൾക്കാരുണ്ട്, നാരായണീയം വായിക്കുന്നതിൽ ഭയങ്കര മിടുക്കന്മാരാണ് അവർ. ലേഡീസാണല്ലോ, അപ്പോൾ ലേഡീസ് മിടുക്കിമാരാണ്. പ്രത്യേകം നല്ല സാരിയൊക്കെ കൊടുത്തിട്ട് അവിടെ പോയിരുന്ന് വായിക്കുക സ്റ്റേജ് ഷോയിൽ. ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നാരായണന് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ നാരായണനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ? നിങ്ങളെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ?
ഈ സകല ചരാചരങ്ങളും സൃഷ്ടിച്ച ഭഗവാനെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ സൂപ്പറാണ് എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് 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 ഇതിനു വേണ്ടി അവിടെ പോയി സാരി ഉടുത്തിട്ട് ഇരിക്കുമ്പോ ഇരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോ എനിക്ക് ഏ ഞാൻ ട്രോള് അല്ല കേട്ടോ, കാര്യമാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾ ഇത് ഭക്തിയോടെ ഏത് ഭാവത്തിലാണ് ചെയ്യണത് എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. പോകുമ്പോ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് അല്ലേ, നാരായണ മുടിയൊക്കെ ചീവി ഇങ്ങനെ, നാരായണന്റെ ഭാര്യ ലക്ഷ്മിനെക്കാളും നന്നായിട്ട് മേക്കപ്പ് ചെയ്യും. നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ അതിനേക്കാളും നാരായണൻ തന്നെ ആള് മാറിപ്പോവും. ഇതുപോലെയൊക്കെ. അപ്പൊ എന്തിനാണ് പോണത് എന്നൊരു നമുക്കൊരു ധാരണ വേണം. ഞാൻ പറയുന്നത് നമുക്കൊരു ധാരണ, എന്തിനാണ് ഞാൻ പോണത്? ഈശ്വര, ഞാൻ അങ്ങോട്ട് സറണ്ടർ ചെയ്യാണ്. നിന്റെ വാക്കുകൾ, നിന്റെ നാമങ്ങൾ, നിന്റെ ഉച്ചാരണം, ഇതിലൂടെ ഞാൻ വളരെ സന്തോഷിക്കുന്ന ആ ഭാവത്തിലൂടെയാണോ ഇരിക്കണത്? ഞാൻ ഈ വായിക്കുന്ന ആളുകളെ കൂടെ നാളെ എൻ്റെ നേർക്ക് വരരുത്, വന്നാൽ എനിക്കൊരു ചുക്കുമില്ല, ഞാൻ എങ്കിലും പറയാം. സത്യം സത്യം തന്നെയാണ്. ഞാൻ ചോദ്യം ചോദിക്കും, 4 ചോദ്യം എന്നോട് വന്നു കഴിഞ്ഞാൽ. ഓക്കെ. സപ്താഹങ്ങളൊക്കെ പോയി, സപ്താഹത്തിനും പോയി, എല്ലാവിടെയും പോയി. എല്ലാവിടെയും പോയിട്ട് അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട്, എന്തിന്? തതക്കിം തതക്കിം എന്ന് പറഞ്ഞതുപോലെ തതക്കിം തതക്കിം. അപ്പൊ ഇത് അറിയണം, ഈശ്വരനെ അറിയണം, ഈശ്വരനെ അറിയണം, ഈശ്വരന്റെ ഭക്തി വേണം. ഭക്തിയുള്ള ആൾക്ക് അവിടെ ആരെന്ത് നോക്കണോ, എൻ്റെ ലിപ്സ്റ്റിക്ക് നോക്കുവോ, എൻ്റെ കഴുത്തിലെ മാല നോക്കുവോ, ഒന്നുമില്ല. അല്ലേ? ഇപ്പോ ഇരിക്കുമ്പോഴേ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ആളുകൾ എന്നെ നോക്കുന്നുണ്ടോ, ഇതൊന്നുമില്ല അവിടെ. ഉം, അത്രയൊരിത് വേണം. ശ്രീരാമകൃഷ്ണദേവൻ ഭക്തിയെക്കുറിച്ച് പറഞ്ഞ, ഭക്തിയുടെ കാര്യം പറയാൻ കേട്ടോ, അതിൽ എക്സാമ്പിൾ പറഞ്ഞാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു കഥ. ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരു ലേഡി വന്നു. അവരുടെ ഭർത്താവ് ഭയങ്കര അടിച്ച് പൂശായിട്ട് നടക്കുക. അടിച്ച് പൂശാന്ന് വെച്ചാൽ സാധാരണ അടിയൊന്നുമില്ല, നല്ല അടി, ബോധമില്ലാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആളിനെ കുറേ പ്രാവശ്യം കമ്പൽ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുക. എവിടെ? ഇദ്ദേഹത്തിന് കാണാൻ വന്നത്. എന്നാൽ ശരി, കണ്ടു കളയാമെന്ന് കൊണ്ട് ഇയാളുടെ രാമകൃഷ്ണദേവനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ പരമാനന്ദ അവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സാധനമോ കഴിച്ച് ഇത്ര സന്തോഷം എന്ന്? ആരോട്? ശ്രീരാമകൃഷ്ണദേവനോട് ചോദിക്കുകയാണ്, ഏത് സാധനമോ കഴിച്ച് ഇത്രയ്ക്ക് സന്തോഷം? പേര് ബ്രാൻഡ് എന്ന് പറയുമല്ലോ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിച്ചത് ഒരു പ്രാവശ്യം ജീവിതത്തിൽ കഴിച്ചാൽ മതി, പിന്നീട് ജീവിതകാലം മൊത്തം സന്തോഷമാണ്. ആ പരമാനന്ദം അനുഭവിച്ച ഏ അപ്പൊ അപ്പൊ അത് അത്ര അവസ്ഥയിലിരിക്കണം. അതേപോലെ വീണ്ടും വീണ്ടും ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാളിങ്ങനെ മദ്യപിച്ചിട്ട് ഉന്മത്തനായിട്ട് അയാൾ ഡാൻസ് ഇങ്ങനെ വഴിയിൽ പാതയോരത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യും. ഈ ഉടുത്ത തുണി അഴിഞ്ഞു പോയതുപോലും ഇയാൾക്ക് അറിയാതെ ഇയാൾ ഡാൻസ് ചെയ്യാണ്. അടിച്ച് പിപ്പിരി, സ്വബോധം നഷ്ടപ്പെട്ട് ആത്മാഭിമാനം വരെ നഷ്ടപ്പെട്ട് അയാൾ ഡാൻസ് ചെയ്യണം. ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആ, ഭക്തനാണെങ്കിൽ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ ഭക്തി. എങ്ങനെയാണ്? ഇതുപോലെ ആവണം നിങ്ങളുടെ ഭക്തി എന്ന് പറഞ്ഞു. അങ്ങോട്ട് പൂർണ്ണമായി സമർപ്പിക്കുക ഈശ്വര. ഇനി ഈശ്വരനെ കാണാൻ പറ്റില്ല, ശിവനെ ആർക്കെങ്കിലും അറിയോ? എല്ലാ ദിവസവും 1008 108 ജപിക്കണ്ട ഇയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിച്ചിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടക്കും. ഒരാളിപ്പോൾ നീല കളറായിട്ട് കഴുത്തിൽ പാമ്പൊക്കെ ഇട്ടിട്ട് വേണ്ടിട്ട് ഭക്ത അല്ലെങ്കിൽ ഭക്തേ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുമ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നന്നായിരിക്കുമോ? അപ്പം തന്നെ അറ്റാക്ക് വന്ന് മരിക്കും. ഞാനൊക്കെ പേടിക്കും കേട്ടാ. ഞാനൊക്കെ ശിവനെ നേരിട്ട് കണ്ടാൽ പേടിക്കും. അപ്പോൾ ദൈവത്തെ നമുക്കറിയില്ല അല്ലേ? ദൈവത്തെ നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ ഉള്ളിലൊരു ഭക്തി അല്ലേ? ഈശ്വര, ഏതോ ഒരു ചൈതന്യം ഇവിടെയുണ്ട്, ലോകത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? പ്രകൃതിയെ നിയന്ത്രിക്കുന്നുണ്ട്, ഇതുപോലെ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നമുക്ക് കോടാനുകോടി നക്ഷത്ര കുടുംബങ്ങളെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോകണം. ഏതോ ഒരു വലിയ ശക്തി അതെന്നിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല. അത് പറയണു, ഇപ്പോൾ ഈ വരിയുടെ അവസാനത്ത് പറയണു, നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഗുരുഭക്തിയോടെ ജപവും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ അന്തർയാമിയായിരിക്കുന്ന ഈശ്വരനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. എവിടെ ഇരിക്കണു അയാൾ? അയാൾ എവിടെ ഇരിക്കണു? ആ, അവനവൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് എവിടെ അന്വേഷിച്ച് പോയാലും എത്തേണ്ട സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ എല്ലാ അമ്പല ദർശനവും എല്ലാ തീർത്ഥയാത്രയും
അവസാനിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അവനവൻ്റെ ഉള്ളിൽ. ഇതിലൂടെയൊക്കെ എവിടെയാണ് എത്തുന്നത് നമ്മൾ? അവിടേക്കല്ല, യഥാർത്ഥത്തിൽ നമ്മൾ കാശി രാമേശ്വരം ഒക്കെ പോവുകയാണെങ്കിലും ആ യാത്ര കൊണ്ട് നമ്മൾ എത്തുന്നത് അവനവൻ്റെ ആത്മാവിലേക്ക്. ഇതെല്ലാം അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ. ഈ യാത്രകൾ, പുണ്യ തീർത്ഥ യാത്രകളും ഈ സാധനങ്ങളൊക്കെ അവനവൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. അതിന് പാകപ്പെടുത്തിയ സ്ഥലങ്ങളാണ് അമ്പലങ്ങൾ. അതിന് പാകപ്പെടുത്തിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ശാസ്ത്രീയമായിട്ടുള്ളത്, മന്ത്രജപങ്ങളും എല്ലാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവനവൻ്റെ ഉള്ളിലുള്ള ആ ഈശ്വരനെ ദർശിക്കാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ ആൾക്കാരോട് പോയിട്ട് ഈശ്വരനെ അവനവൻ്റെ ഉള്ളിൽ ദർശിക്കാൻ എന്നൊക്കെ ഈ സ്പിരിച്വൽ മെച്യൂരിറ്റി ഇല്ലാത്തവരോട് പറയരുത് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ ചില ആൾക്കാരുണ്ട് എൻലൈറ്റൻഡ് ആയി, ആർട്ട് ഓഫ് ലിവിങ്ങിൽ മിക്ക ആൾക്കാരും 4 കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻലൈറ്റൻഡ് ആയി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് പേര്. എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാം ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, അനുനിമിഷം സാധന അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഇതിൽ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. ചെയ്തുകൊണ്ടിരിക്കുന്നു, ജപം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഇപ്പം എന്താ പറയുക, ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ഇപ്പം നേടിയിട്ടില്ലെങ്കിലും നമുക്ക് ഒരു വലിയ ശാന്തി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ജപം ചെയ്യുമ്പോഴും സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ. അതിലൊരു മാറ്റമില്ല, ആണോ അല്ലയോ? ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. നമുക്ക് ജീവിതത്തിൽ ശാന്തിയും സന്തോഷമൊക്കെ കുറച്ച് കുറച്ച് വന്ന് തുടങ്ങി, ഉള്ളിൽ അത് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് വലിയ ബാധ്യത, അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും നമുക്ക് ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നൊരവസ്ഥ ഉണ്ടോ? ആവാൻ തുടങ്ങിയോ? നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്, എങ്കിലും അതൊന്നും നമ്മളെ കൂടുതൽ അലട്ടുന്നില്ല. നമുക്ക് മാറ്റം വരാൻ തുടങ്ങി. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളായി മുകളിലേക്ക് ഉയർന്നു 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 പോണത്. ഒരു ഘട്ടത്തിൽ മനസ്സിലാവും നമുക്കൊന്നും ചെയ്യാനില്ല, എല്ലാം അതേ സംഭവിക്കുകയാണ്, താനേ അവിടെ സംഭവിക്കണം, എങ്കിലും എൻ്റെ കർമ്മം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. നോക്കൂ, ഈ ലോകത്ത് വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, ആണോ അല്ലയോ? അതോ കുറേ പേരായിട്ടാണോ വന്നു? ജാഥ പോലെയാണോ വന്ന്? ഒറ്റയ്ക്കല്ല വന്ന്, ഒറ്റയ്ക്കാണ് വന്ന്. ഒറ്റയ്ക്കാണ് വന്ന്. അതെല്ലാവർക്കും. ഇനി ഇരട്ട പെറ്റ ആൾക്കാരാണെങ്കിലും ഒരേ പ്രാവശ്യം ഒന്നിച്ച് വരാൻ പറ്റില്ല അല്ലേ? 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടല്ലേ ഒരാൾ വന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഒറ്റയ്ക്ക് വന്നു. എവിടേക്ക് വന്നു? ഈ ലോകത്തേക്ക് വന്നു. എവിടെ നിന്ന് വന്നു എന്നതറിയില്ല. അമ്മയുടെ വയറിൽ നിന്നാണ്. അമ്മയുടെ വയറിൽ നേരത്തെ എവിടെയായിരുന്നു? ശരി, അച്ഛനും അമ്മയുടെയും ശരീരത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഓരോ കോശങ്ങൾ ചേർന്ന് ഭ്രൂണമായി അങ്ങനെ വന്നു എന്ന് പറയാം. അപ്പോൾ ജീവന്റെ പാതി അച്ഛൻ്റെയും ജീവന്റെ പാതി അമ്മയുടെ കയ്യിൽ നിന്ന് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ജനിക്കണ മുമ്പൊക്കെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനേ ജനിച്ചിട്ടില്ല, അപ്പോഴും നമ്മൾ ഉണ്ടാവണ്ടേ? ഉണ്ടാവണോ വേണ്ടയോ? ഉണ്ടാവണം, അങ്ങനെയാണെങ്കിൽ അല്ലേ? ഏതോ ഒരു സാധനം ഇങ്ങനെ ഷെയർ ചെയ്ത് വരണം. അപ്പം നമുക്ക് നമ്മൾ ആരാന്ന് ഒരു ധാരണയില്ല. അതേപോലെ പോകുമ്പോൾ ശരി, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ 4 ആളെ കൊണ്ടുപോകാൻ പറ്റുമോ? ശരി, എല്ലാം ഒരുമിച്ച് ഇരുന്നല്ലേ ഒപ്പം മരിക്കണം. ഞാൻ എന്നെന്ന് നമ്മൾ ഒരുമിച്ച് ജീവിച്ചു എന്നാൽ ഒരുമിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അതൊന്നും നടക്കില്ല. ഒറ്റയ്ക്ക് തന്നെ പോകണം. ഇവിടെ വന്നിട്ടാണ് ഈ ബന്ധങ്ങളും സ്വന്തങ്ങളെല്ലാം ഉണ്ടായത് അല്ലേ? ആണോ അല്ലോ? സ്വന്തം ബന്ധങ്ങളൊക്കെ ഇവിടെ വന്നിട്ടല്ലേ ഉണ്ടായത്? ഇതൊക്കെ നമ്മളുടെ വിശ്വാസമല്ലേ? ആണോ അല്ലയോ? ഞാൻ ഇതെൻ്റെ കൂട്ടുകാരനാണെന്ന് വിശ്വസിക്കുന്നു, ഇതെൻ്റെ അയൽക്കാരനാണെന്ന് വിശ്വസിക്കുന്നു, കൂടെ ഒരാളെ കുറേ ദിവസമായിട്ട് കൂട്ടിയിട്ടുണ്ട്, അയാളെ ഞാൻ ഭാര്യയാണെന്നോ ഭർത്താവാണെന്നോ വിശ്വസിക്കുന്നു. വിശ്വാസം തന്നെ അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ അങ്ങനെ വിശ്വാസം കൊണ്ട് ബന്ധമാവുന്നു, ബന്ധനമാവുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടതെല്ലാം ഇതൊക്കെയാണെന്ന്. ചില ആളുകളുടെ
പെട്ടെന്ന് ചിലവർക്ക് ഈ മെമ്മറി ലോസ് ഒക്കെ വരും. ഷോർട്ട് ടേം മെമ്മറി ലോസ്, ലോങ് ടേം മെമ്മറി ലോസ് കണ്ടിട്ടുണ്ടോ? ആൽഷിമേഴ്സ് ഡിസോർഡർ അല്ലെങ്കിൽ പാർക്കിൻസൺസ് എന്ന് പറയും. അപ്പോൾ ഈ അവരുടെ പേര് പോലും മറന്നുപോകും. സ്വന്തം പേര് ശരിക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ സ്വന്തം ഭാര്യയുടെ പേര് മറന്ന് നീ ആരാണ് ചോദിക്കും. പോയോ ഇത്ര കാലം ഈ മനുഷ്യനെ നോക്കിയിട്ട് അവസാനം ഇയാളെ എന്നെ ആരാണ് ചോദിക്കുന്നു എന്ന് പറയും. ഇപ്പം ഇതെവിടെയാണുള്ളത്? നമ്മളുടെ ബന്ധം ഓർമ്മയിലാണുള്ളത്. ബുദ്ധി കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്ന ആ ഓർമ്മ നഷ്ടപ്പെട്ട നമ്മൾ ആരാണെന്ന് പോലും അറിയില്ല. മനസ്സിലായോ? അപ്പം ഇത്രയേ ഉള്ളൂ സാധനം. ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇമോഷനും ഇതെല്ലാം ബുദ്ധി, ഓർമ്മ, ഈ 7 തലങ്ങളിൽ പറഞ്ഞ 6 തലങ്ങളുടെ ഡാൻസ് തന്നെയാണ് ഈ ലോകവും ഈ കാണുന്ന ബന്ധങ്ങളും സ്നേഹവും സന്തോഷവും ഫ്രണ്ട്ഷിപ്പും അടിയും ഇടിയും എല്ലാം. ഇത് എപ്പോൾ വേണമെങ്കിലും മാറും. കർമ്മത്തിന്റെ ഗതി അനുസരിച്ച് മാറും. അപ്പൊ ഏതാണ് മാറാത്തത്? അവിടെയാണ് നിത്യവും അനിത്യവുമായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിത്യമായതിനെ പിടിച്ചു നോക്കൂ, സത്യമായതിനെ പിടിച്ചു നോക്കൂ എന്നൊക്കെ പറയുന്നത്. ഈ ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബോധതലം ഒരു പ്രത്യേക ലെവലിലേക്ക് ഉയരുന്നത് വരെ ഈ ജ്ഞാനം ചിലപ്പോൾ പിടികിട്ടില്ല. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഓരോ സമയത്ത് നമുക്ക് വെളിപാടുണ്ടാവും എന്ന് പറയില്ലേ, തിരിച്ചറിവ് വരും. ഇത് ശരിയാണല്ലോ ഭഗവാനെ എന്നുള്ളത് എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. അപ്പോൾ എപ്പോഴും ആ ജപം നിർത്താതിരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 108 ചെയ്യും, ബാക്കിയും 1008 എല്ലാവരും നിർത്താതിരിക്കുക. ഓക്കെ, ശരി. കണ്ണുകൾ അടച്ച് നട്ടെല്ലാം നിവർത്തി വെച്ചിരിക്കാം. ജപം ചെയ്യാനായിട്ട് തയ്യാറാണ്. ഓം നമഃ ശിവായ. 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 ഓം
Namah Shivaya. Om 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 Namah Shivaya. Om
Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, ശ്വാസം പുറത്തുവിടാം. കായേന വാച മനസേന്ദ്രിയേ വ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവപാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ ഗുരുദേവ്.